ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ലേനു, തീരെ സുഖമില്ലാത്തതുകൊണ്ടേനു. അത് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഒഴിവുപോലെ ലൈവിലും വരണ്ടേ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. ഹൈ പ്രിൻസസ്, 10 ഓഫ് പെൻഡിക്കിളാണ്. വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. ദ മജീഷ്യൻ, കിങ് ഓഫ് വാൻസ്, ജഡ്ജ്മെൻറ്റ്, ക്യൂൻ ഓഫ് സോൾസ്. ഇത്രയും കാർഡുകളാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൻസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഹോസ്പിറ്റലോ അതിൻ്റെ ഒക്കെ ഒരു തിരക്കിലായതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കഴിയാത്തത്. സോറി കേട്ടോ, ഒരുപാട് ദിവസമായി എന്ന് തോന്നുന്നു. ഹൈ പ്രീസസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വ്യക്തി എന്തൊക്കെയോ ഒരു രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ചിലർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും, പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ചിലത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ 10 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രോസ്പെരിറ്റി, അബണ്ടൻസ് അങ്ങനെയുള്ളൊരു കാർഡാണ്. മാത്രമല്ല, ഈ ഹൈ പ്രീച്ചസ് എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെയോ മറയ്ക്കുകയാണ്, നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഏറ്റവും നല്ല മൂല്യമുള്ള ഒരാളാണ് എന്നുള്ളതൊക്കെ അവർക്കറിയാം. മാത്രമല്ല, വീൽ ഓഫ് ഫോർച്യൂൺ ഇതുവരെ നിങ്ങളുടെ തമ്മിൽ അങ്ങനെയൊക്കെ ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവർ ഇനി സംസാരിക്കണം, അല്ലെങ്കിൽ പറയണം, അല്ലെങ്കിൽ നിങ്ങളോട് വന്നിട്ട് മിണ്ടണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കറങ്ങി വരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരൊരു റെസ്റ്റിലാണ്. 4 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ എന്താ പറയുക, നിരീക്ഷിക്കണം, അവരുടെ ഉള്ളിൽ നിന്ന് നിരീക്ഷിക്കുകയാണ്. അവരുടെ കാര്യങ്ങളും എല്ലാം അവർ ഒന്ന് നോക്കുകയാണ് കേട്ടോ. മാത്രമല്ല, ഇത് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ. ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം, അതായത് ഇത്രയും സമയപരിധിയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഓക്കെ, അവർ ആ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യാണ്. അവർ നല്ല ആളായിരുന്നു, അങ്ങനെയൊന്നും പെരുമാറേണ്ട ആവശ്യമില്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു. മാത്രമല്ല, ഒരു ഈഗോസ്റ്റിക് പേഴ്സൺ ആണെന്നുള്ളൊരു തോട്ട്സ് ഉണ്ട് അവർക്ക്. നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം. ഓക്കെ, ഒരു ഈഗോ ഒരു പേഴ്സൺ ആയിരിക്കാം. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അവർ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് വന്നിട്ട് കാര്യങ്ങൾ തുറന്ന് പറയണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും മിണ്ടുന്നുണ്ടാവില്ല നിങ്ങളോട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ. അപ്പം അവർക്ക് കൂടുതലും നിങ്ങളോട് എന്തൊക്കെയോ പറയണം, എന്തൊക്കെയോ കാര്യങ്ങൾ റിവീൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ധൈര്യക്കുറവുണ്ട്. മാത്രമല്ല, സമയം കറങ്ങി വരുമ്പോൾ നിങ്ങളെക്കൊള്ള തന്നെ വരും. ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, എന്താണ് കാര്യങ്ങൾ തുറന്ന് പറയേണ്ടത് എന്നുള്ളതൊക്കെ അവർക്കറിയാം. അപ്പോൾ അവർ എന്തായാലും നിങ്ങളോട് എല്ലാ കാര്യം തുറന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ ചിന്ത.
ഓക്കെ, അപ്പം താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.